ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, ദിസ് ഇസ് എസ് ജെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഗ്രാമർ സീരീസിൽ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഒന്നാമത്തത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണണം. നെക്സ്റ്റ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു എഡിറ്റിംഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ എഡിറ്റിംഗിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഫുൾ മാർക്സ് വാങ്ങിക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്യാൻ പോകുന്നത്. നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും ഇൻഫർ ചെയ്യേണ്ടത് എന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഒരു പ്രത്യേക ടെക്നിക്കോ അല്ലെങ്കിൽ പ്രത്യേക റൂളോ ഒന്നും ഈ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലില്ല. കുറച്ച് ഏരിയാസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പെല്ലിംഗ് കറക്ഷൻ, അതുപോലെ തന്നെ ഈ നമ്മുടെ കുത്ത് കോമ അങ്ങനെയുള്ള സാധനങ്ങൾ, പങ്ക്ച്വേഷൻ മാർക്സിൻ്റെ ഒരു ഏരിയ, അതുപോലെ തന്നെ ടെൻസ്, അതുപോലെ പ്രപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് വരാമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും പോകാറില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ആ ഫുൾ മാർക്കും വാങ്ങിക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നത്. നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐ ഷാൽ വർക്ക് ഫോർ ഇന്ത്യ, എ ഇന്ത്യ ഇൻ വിച്ച് ദ poorest shall feel that it was their country in whose making they has an effective voice. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പ് ഇതാണ്. നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് വായിച്ചു നോക്കണം. ഓക്കെ, ആ തന്നിരിക്കുന്ന പാസേജ് ആണോ സെൻറ്റൻസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും അല്ലേ. എന്തോ ഒന്നെങ്കിലും കത്താതെ നിൽക്കില്ല, അത് അത്ര ഈസി ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് മനസ്സിരുത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ കിട്ടും. അപ്പോൾ അതാണ് ഒരു വായനയുടെ ആവശ്യം. ഓക്കെ, അത് വായിച്ചു. അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഇവിടെ എനിക്ക് കിട്ടിയത് ഐ ഷാൽ വർക്ക് ഫോർ എ ഇന്ത്യ എന്ന് എന്തായാലും പറയില്ല. അത് LKG നമ്മൾ പഠിക്കുന്നതാണ്. ആൻ ഇന്ത്യ എന്നാണ് പറയുക അല്ലേ. വൊവൽ സൗണ്ട്സിന് മുമ്പിൽ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക, എ അല്ല യൂസ് ചെയ്യുക. എന്തൊരു ഈസി ആയിട്ടുള്ള സാധനം. അപ്പോൾ അവിടെ എനിക്ക് ഒരു സാധനം കിട്ടി. അപ്പോൾ ആൻ ആണ് അവിടെ ചേർക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു മാർക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി മറ്റൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് എത്ര മാർക്കാണെന്ന് നോക്കുക. ഇവിടെ ഞാൻ മാർക്ക് കൊടുത്തിട്ടില്ല. അവിടെ ഇങ്ങനെ 3 മാർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്, കട്ടായി പോയതാണ്. ഈ 3 മാർക്കാണെങ്കിൽ 3 മിസ്റ്റേക്സ് ആയിരിക്കും ഉണ്ടാവുക. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തരുമായിരുന്നു അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് തരുമായിരുന്നു മിസ്റ്റേക്ക് ഉള്ള ഭാഗം. ഇവിടെ അങ്ങനെ തരൂല, നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എത്ര മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കിയാൽ മതി. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പ്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് വായിച്ചു നോക്കുന്നു, രണ്ടാമത്തെ ടിപ്പ് മാർക്ക് നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് മിസ്റ്റേക്സ് ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് കിട്ടി, ഒരു മാർക്ക് കിട്ടി. നെക്സ്റ്റ് നോക്കാം നമ്മൾ. ഐ ഷാൽ വർക്ക് ഫോർ ഇൻ ഇന്ത്യ in which the poorest shall feel that it was their country. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് എന്നൊക്കെ ഒരു സാധനമില്ലേ. അപ്പോൾ ടെൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്താണ്? ടെൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന സെൻറ്റൻസ്, അതിൻ്റെ സെൻറ്റൻസുകളിൽ വെർബ് ഉണ്ടാവുമല്ലോ, ആ വെർബ് നോക്കിയിട്ടാണ് നമ്മൾ ടെൻസ് കണ്ടുപിടിക്കുക. വെർബ് നോക്കിയപ്പോൾ പ്ലേ എന്നൊരു സെൻറ്റൻസിനകത്തുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കറിയാം ആ സെൻറ്റൻസ് എന്തിലാണ്, പ്രസന്റ് ടെൻസിലാണെന്ന്. പ്ലേഡ് എന്ന ആ സെൻറ്റൻസിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പാസ്റ്റ് ടെൻസിലാണെന്ന്. അപ്പോൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ പ്ലേ എന്ന് തന്നിട്ടുണ്ട്. പിന്നീട് സെൻറ്റൻസ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ വാസ് എന്നോ അല്ലെങ്കിൽ വേറെന്നോ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം അവിടെയാണ് മിസ്റ്റേക്ക്. കാരണം ഓൾറെഡി സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ എന്ത് തന്നിട്ടുണ്ട്, പ്രസന്റ് ടെൻസിലാണെന്ന് പറയുന്നുണ്ട് അല്ലേ. പ്ലേ എന്ന വേർഡ് തന്നിട്ട്, പ്ലേഡ് അല്ല പ്ലേ തന്നിട്ട്, എന്നിട്ട് അവർ പിന്നീട് പറയുമ്പോൾ വാസോ വേറോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് മിസ്റ്റേക്ക്. ആ വാസിനെ പിടിച്ച് നമ്മൾ ഈസ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ വേറാണെങ്കിൽ അതിനെ പിടിച്ച് ആറാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇതാ ടെൻസ് എന്ന് പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇപ്പം കിട്ടിയിട്ടുണ്ടാവുമല്ലോ കുറച്ച് കാര്യങ്ങൾ. ഏതാ, ഇൻ വിച്ച് ദ പൂറസ്റ്റ് ഷാൽ പ്രസന്റ് ടെൻസ് നമുക്കറിയാലോ അല്ലേ. പൂറസ്റ്റ് ഷാൽ ഫീൽ, ഫെൽറ്റ് അല്ല, ഫീൽ ദാറ്റ് ഇറ്റ് വാസ് ദെയർ കൺട്രി. അതിലേറ്റവും പാവപ്പെട്ടവർക്ക് തോന്നണം. അത് ഗാന്ധിജി പറയാണ്. ഗാന്ധിജിയുടെ ആ ഒരു ചാപ്റ്ററിൽ, ഇന്ത്യൻ ഗാന്ധി കേം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡയലോഗാണ്. ഗാന്ധിജി പറയാണ്, ഞാൻ ആ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പണിയെടുക്കും. ഏത് ഇന്ത്യക്ക് വേണ്ടിയിട്ട്? ഫ്യൂച്ചർ അല്ലേ. ഐ ഷാൽ വർക്ക് ഫോർ ഇന്ത്യ അല്ലേ. എങ്ങനെയുള്ള ഇന്ത്യയാണ്? അവിടെയുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് തോന്നണം അത് അവരുടെ രാജ്യമാണ് എന്ന്, അല്ലെങ്കിൽ അവരുടെ രാജ്യമായിരുന്നു എന്ന്. അങ്ങനെയാണോ വരിക? ആയിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വാസ് എന്ന് എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, ആയിരുന്നു അല്ലല്ലോ. പിന്നെന്താ വരേണ്ടത്? ആണ്, അവരുടെ രാജ്യമാണ് എന്ന് പൂർണ്ണ വരെ തോന്നണം. അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ വാസ് വരുമോ? ഇല്ല. മറിച്ച് എന്താ വരിക? ഈസ് ആണ് വരിക. എന്താ കാരണം? തുടക്കത്തിലേ തന്നെ ഷാലും വർക്കും ഫീലും ഒക്കെ തന്നിട്ട് നമുക്കറിയാം അത് പ്രസന്റ് ടെൻസ് ആണ്. മീനിങ് വായിച്ചു നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
അയാൾക്ക് മനസ്സിലാവും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ അവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കില്ല, അത് പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടതെന്ന്. അപ്പോൾ ഈസിനും വാസിനെ നമ്മൾ മാറ്റിയിട്ട് എന്താക്കി, ഈസ് എന്നാക്കി. 2 മാർക്കായേ, 3 മാർക്കേ ഉള്ളൂ. അടുത്തതിലേക്ക് വരാം. ദേ കൺട്രി ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാസ് ആൻ എഫക്റ്റീവ് വോയിസ്. ഇതാണ് അടുത്ത മിസ്റ്റേക്ക്. കോമൺലി ഇപ്പോൾ ചോദിച്ച് കാണുന്ന ട്രെൻഡിലെ ഒരു മിസ്റ്റേക്ക് ഇതാണ്. ഏതാണെന്നറിയോ? ഇതാ നമ്മൾ ഈ കോൺകോഡ് എന്ന് പറയും. എന്താ കോൺകോഡ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ സബ്ജക്റ്റിൽ സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഹീ ഈസ് മൈ ഫ്രണ്ട് എന്നാണ് പറയാം, അല്ലേ? നോക്ക്, ഹീ ഈസ് മൈ ഫ്രണ്ട് എന്നാണ് നമ്മൾ പറയാം, അല്ലേ? അല്ലാതെ ഹീ ആർ മൈ ഫ്രണ്ട് നമ്മൾ പറയോ? ഹീ ആർ മൈ ഫ്രണ്ട് എന്ന് പറയോ? ഇല്ല. എന്താണ് കാരണം? ഹീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ, അതാണ് സിംഗുലർ. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. നമ്മൾ ഈ ആർ എന്ന വേർഡ് ദേയുടെ കൂടെയും വിയുടെ കൂടെയൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെ യുടെ കൂടെയൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇത് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറലിന്റെ കൂടെ പ്ലൂറലും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലറും ആണ് വരിക. ഈസ് സിംഗുലർ ആണ്. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരിങ്ങനെ മനസ്സിലാക്കി വെച്ചോ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഇതാ ഈസ്, വാസ്, ഹാസ്, ഡസ്, അതുപോലെ തന്നെ പ്ലേ ആണെങ്കിൽ ഇപ്പോൾ പ്ലേസ്, ഇവരൊക്കെയാണ് ആര്? സിംഗുലർ ടീംസ്. ഇവരുടെയൊക്കെ പ്ലൂറൽ ആൾക്കാരാണ് ആര്? ആറ്, വേറ്, അല്ലേ? അതുപോലെ ഹാവ്, ഡു, പ്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, ഇവരെയാണ് നമ്മൾ എന്ത് പറയുക? ഇവരെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലൂറൽ എന്ന് പറയാം. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എസ്സിൽ അവസാനിക്കുന്നവരൊക്കെ സിംഗുലർ, എസ് സിംഗുലർ, അങ്ങനെ ആലോചിച്ചാൽ മതി. എസ്സിൽ അവസാനിക്കുന്നവരൊക്കെ സിംഗുലർ, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഹാസ് എന്താണ്? സിംഗുലർ ആണ്. ഹാസ് എസ്സിൽ അവസാനിക്കുന്നു, അപ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്ക്, ഇൻ ഹൂസ് മേക്കിംഗ് ദേ, ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ലേ? ദേ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരില്ലേ? എന്നിട്ട് അവർ ഹാസ് ആണ് ചേർത്ത്. അപ്പോൾ ഹാസ് തെറ്റല്ലേ? യെസ്, ഹാസ് തെറ്റാണ്. പകരം എന്താ വരുന്നത്? ദേ ഹാവ് എന്ന് നമ്മൾ ആക്കിയാൽ മതി. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ടെക്നിക്ക് മനസ്സിലായോ? ഈ 3 ഏരിയാസാണ് ഞാൻ ഒന്ന് പഠിപ്പിച്ചത്. എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത്? ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രപ്പോസിഷൻസിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ പറയുക, വവൽ സൗണ്ട്സിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. ആൻ അംബർല, ആൻ ആപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ ആൻ ഇന്ത്യൻ. അത് ഏറ്റവും സിമ്പിൾ, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നത് ടെൻസ് ശ്രദ്ധിക്കണം. ആ ടെൻസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐഡിയ പറഞ്ഞു. ഏതാ? തന്നിരിക്കുന്ന സെന്റൻസിൽ എന്നെ ഉണ്ടാവും അതിനുള്ള ക്ലൂ ഏത് ടെൻസിലാണെന്നുള്ളത്. അപ്പോൾ വെർബ് നോക്കിയാൽ മതി. ഈസ് എന്നോ വാസ് എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലേ എന്നോ ഒക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്താ ചെയ്യുക? ആ ഉത്തരത്തിലേക്ക് എത്തുക. ഏത് ടെൻസിലേക്കാണെന്ന് നമ്മൾ കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അതിൽ കുറച്ചുകൂടെ ആധികാരികമായ അറിവുള്ള ആളാണെങ്കിൽ നിങ്ങൾ ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കിയാലും മതി. ഇപ്പൊ നമ്മൾ ഈ സെന്റൻസ് പറഞ്ഞ പോലെ ഗാന്ധിജി ആഗ്രഹിച്ചു ഒരു നാളേക്ക് വേണ്ടിയിട്ട്, അത് പാസ്റ്റ് ടെൻസ് അല്ല വരിക, ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് പറയൂല എന്ന് മനസ്സിലാക്കിയിട്ട് എഴുതിയാലും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തും ഈ വാസ് അല്ല ഈസ് ആണെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? കോൺകോഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബാണ് വരിക. ഹി എന്ന് പറയുമ്പോൾ ഈസ് ആണ് വരിക, അല്ലെങ്കിൽ ഹി എന്ന് വരുമ്പോൾ വാസ് ആണ് വരിക. എസ്സിൽ അവസാനിക്കുന്നു. ഹി എന്ന് വരുമ്പോൾ പ്ലേസ് ആണ് വരിക. ഹി പ്ലേസ് എന്നാണ് നമ്മൾ പറയുക. ഹി പ്ലേ എന്ന് പറയില്ല. ഹി പ്ലേസ്. ദേ പ്ലേ ആണ്. ദേ പ്ലേസ് എന്ന് പറയൂല. സെറ്റല്ലേ? അന്ന് ഓർത്ത് വെച്ചോ. ദേ പ്ലേ എന്നാണ് പറയുക. കാരണം പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, ദേയും പ്ലൂറലാണ്. ഹി ഓർ ഷീ പ്ലേസ് എന്നാണ് പറയുക. റൈറ്റ്സും പ്ലേസും വാക്സും ഒക്കെ ഇതിൽ പെടും. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ ഈ ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാം. മണിപ്പൂർ ഈസ് എ ലാൻഡ് ഓഫ് സെവറൽ പോസിബിലിറ്റി. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ഏതാത്? യെസ്, അത് നിങ്ങളിത് ഇങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്യുക. മണിപ്പൂർ ഈസ് എ ലാൻഡ് ഓഫ് സെവറൽ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത എന്നാണ് അർത്ഥം. മണിപ്പൂർ എന്ന് പറയുന്നത് ഒരുപാട് സാധ്യത, അങ്ങനെയല്ലോ നമ്മൾ പറയാ, ഒരുപാട് സാധ്യതകൾ എന്നല്ലേ നമ്മൾ പറയാ. ഒരുപാട് സാധ്യതകൾ എന്ന് പറയുമ്പോൾ എന്ത് വരണം? പോസിബിലിറ്റീസ് എന്ന് വേണം. എന്ത് വേണം? പോസിബിലിറ്റീസ് എന്ന് വേണം. പോസിബിലിറ്റീസ് അല്ലേ? ഒരുപാട് എന്ന് പറയുമ്പോൾ പോസിബിലിറ്റീസ് അല്ലേ? ഒരുപാട് കുട്ടികൾ എന്നല്ലേ പറയാ, ഒരുപാട് അവസരങ്ങൾ എന്നല്ലേ പറയാ. അപ്പോൾ പോസിബിലിറ്റീസ് സാധ്യതകൾ എന്നാക്കണം. നെക്സ്റ്റ്, എസ്പെഷ്യലി ആൻഡ് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ്. മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ല. ദ topography of Manipur offer
മിസ്റ്റേക്ക് ഉണ്ട്. ആർക്ക് പറയാം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എടാ അപ്പം ഞാൻ പറഞ്ഞ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു മിസ്റ്റേക്കാണ് അവിടെ. എന്താ? ദ ടോപ്പോഗ്രഫി ഓഫ് മണിപ്പൂർ ഓഫർ ഓപ്പർച്യൂണിറ്റീസ്. എന്താ മിസ്റ്റേക്ക്? എന്താ? യെസ് സാർ, എനിക്ക് മനസ്സിലായി. എന്താ അത്? മണിപ്പൂർ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗുലറാണ് അല്ലേ? മണിപ്പൂർ സിംഗുലർ അല്ലേ? കേരള എന്നൊക്കെ പറഞ്ഞാൽ സിംഗുലർ അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഓഫർ പോരെ സാർ. സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഓഫേഴ്സ് എന്നാക്കണം. എസ് ഫോർ സിംഗുലർ. എടാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പ്ലേസ് ആണ് സിംഗുലർ. ഹീയുടെ കൂടെ സിംഗുലർ വരുമ്പോൾ പ്ലേസ് ആണ് വരാമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ ഓഫേഴ്സ് എന്നാക്കണം ഇവിടെ. കാരണം മണിപ്പൂർ എന്ന് പറയുന്നത് ഒന്നാണ്, ഇവിടെ ഓഫർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓഫർ പ്ലൂറൽ ആണ്, അപ്പോൾ അത് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് മണിപ്പൂർ ഓഫേഴ്സ് എന്നാക്കണം. എസ് ഇട്ട് കൊടുക്കുക. റെഡിയല്ലേ? അപ്പോൾ അത് കിട്ടി. അപ്പോൾ നേരത്തെ പഠിച്ചതിൻ്റെ ഒരു എഫക്റ്റ് ആണത്. നെക്സ്റ്റ് നമ്മളത് അടുത്ത മിസ്റ്റേക്ക് അതാണ് തേടി പോകുമ്പോൾ ഫോർ കേവിങ്, റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിങ്. അവിടെ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. എന്താ അത്? നോക്കൂ, ഇവിടെ കേവിങ് ഓക്കെ, നെക്സ്റ്റ് റാഫ്റ്റിംഗ് ഓക്കെ, അത് റിവർ റാഫ്റ്റിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പാരാഗ്ലൈഡിങ്ങും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നെക്സ്റ്റ് റോക്ക് ക്ലൈംബിങ്. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ കോമയുണ്ട്. റാഫ്റ്റിങ്ങിൻ്റെയും പാരാഗ്ലൈഡിങ്ങിൻ്റെ ഇടയിൽ എന്ത് ഇട്ടില്ല? കോമ ഇട്ടിട്ടില്ല. അപ്പോൾ ആ കോമ നമ്മൾ ഇട്ടാലും നമുക്ക് 1 മാർക്കാണ്. ഓക്കെ, ആ മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 4 മാർക്കാണ് ഇവിടെ ടോട്ടൽ കിട്ടും. അപ്പോൾ നമ്മൾ 1, 2, 3 മാർക്ക് നമ്മൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു മിസ്റ്റേക്ക് കൂടെ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഏതാ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 5 മിസ്റ്റേക്ക്, 5 മാർക്കാണ് തോന്നുന്നു കേട്ടോ. നോക്കാം നമുക്ക്. വിൻഡ് സർഫിംഗ്. Shiori Hills is one of the most famous treks in Manipur, and nature lovers അവിടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നേച്ചർ ലവേഴ്സിൽ നമ്മളൊരു എന്തിട്ട് കൊടുക്കണം? ഹൈഫൺ ഇട്ട് കൊടുക്കണം. ഓക്കെ, നേച്ചർ ഹൈഫൺ ലവേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതാറ്. നേച്ചർ ലവേഴ്സ് കേട്ടോ. നെക്സ്റ്റ്, Shiori Hills is one of the most famous treks, and nature lovers throngs the roads leading in the range. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലീഡിങ് ഇൻ ദ റേഞ്ച് ഡ്യൂറിങ് ദ ഷിയോറി. എന്താണ് മിസ്റ്റേക്ക്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ലീഡിങ് ഇൻ ദ റേഞ്ച് എന്താ മിസ്റ്റേക്ക്? ആർക്കെങ്കിലും? യെസ്, മനസ്സിലാക്കുക. ലീഡിങ് ഇൻ ദ റേഞ്ച് എന്നല്ല പറയാം നമ്മൾ. അത് ഓൾറെഡി പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ലീഡിങ് ടു ദ അല്ലേ? ലീഡിങ് ടു എന്നാണ് ഉപയോഗിക്കുക, നോട്ട് ലീഡിങ് ഇൻ. ലീഡിങ് ഇൻ എന്നല്ല നമ്മൾ പറയാ, ലീഡിങ് ടു. ദിസ് വേ ഇസ് ലീഡിങ് ടു മൈ സ്കൂൾ. എൻ്റെ സ്കൂളിലേക്ക് നയിക്കുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ടു. അപ്പോൾ പ്രപ്പോസിഷനും ഒരു ഏരിയ ആണ്, നമുക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഓൺ, ടു, അറ്റ്, ഫ്രം എന്നൊക്കെ പറയുന്ന വേർഡ്സ് ഇല്ലേ, അവ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കുറച്ച് പ്രപ്പോസിഷൻസ് നമ്മൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രപ്പോസിഷൻസ് മനസ്സിലാക്കി നോക്കാം. ഇപ്പോൾ ലീഡിങ് ടു പറഞ്ഞ പോലെ അത് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ? ഇതേപോലെ ഇപ്പോൾ ഡേറ്റ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഓണാണ്. ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 17 ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് അല്ലേ? ആ 17 ഓഗസ്റ്റ് 2000 എന്ന് പറയുന്നത് ഒരു ഡേറ്റ് ആണ്. ആ ഡേറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഓൺ 17 ഓഗസ്റ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. സെറ്റ് അല്ലേ? ഇനി അതേപോലെ ഇയർ ആണ് തന്നതെന്ന് വിചാരിക്കുക. ഒരു ഇയർ ആണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഇയറിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്നാണ് ചേർക്കേണ്ടത്. ഇയറിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ തെറ്റിച്ച് തരും. ഇയറിൻ്റെ മുമ്പിൽ ഓൺ തരും. അപ്പോൾ നമ്മൾ എന്താക്കണം? മാറ്റിയിട്ട് അതാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് ഓൺ എന്നല്ല ഇന്നെന്നാക്കണം. നെക്സ്റ്റ് മന്ത് തരും. മന്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്താ? ഇന്നാണ് ചേർക്കുക. അപ്പോൾ ഓൺ വരുന്നത് എൻ്റെ ഡേറ്റിന് മുമ്പിൽ മാത്രമാണ്. ഇന്ന് മന്തിന് മുമ്പിലും ഇയറിൻ്റെ മുമ്പിലാണെങ്കിലും എന്താണ്? ഇന്നാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ദിവസം ഇപ്പോൾ ഒരു വർഷത്തിലാകുമ്പോൾ കുറേ ദിവസങ്ങളില്ലേ, അല്ലെങ്കിൽ കുറേ മാസങ്ങളില്ലേ. അപ്പോൾ അതിലൊരു ദിവസം എന്ന് പറയുമ്പോൾ ഇൻ അതിനകത്ത്. മന്തിലാണെങ്കിലും കുറേ ദിവസങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന്, അപ്പോൾ ഇന്നാണ് വരിക. ഡേറ്റ് ഒന്ന് ഒറ്റ ഒന്നേ ഉള്ളൂ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിൽ ഓണാണ് ആ ഡേറ്റ്, ആ ഒരു പ്രത്യേക ദിവസം ഓൺ. അങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പ്ലേസ് പറയുന്ന സന്ദർഭങ്ങളുണ്ടാവും. പ്ലേസ് പറയുന്ന സന്ദർഭങ്ങൾ. പ്ലേസ് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാറുണ്ട്? അറ്റ്. ചെറിയ സ്ഥലമാണെങ്കിൽ അറ്റ് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് വലിയ സ്ഥലമാണെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി 3 സ്ഥലമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഓഫും പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ബോൺ അറ്റ് കാലിക്കറ്റ് ഇൻ കേരള ഓഫ് ഇന്ത്യ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പകരം ഓഫിന് പകരം കോമയായിട്ടും നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക. പ്ലേസിൻ്റെ കാര്യം. ടൈം ആണെങ്കിൽ നമ്മൾ കൃത്യമായ സമയം പറയുകയാണെങ്കിൽ അറ്റാണ് ഉപയോഗിക്കുക. സാധാരണ നമ്മൾ ടൈം പറയുമ്പോൾ അറ്റാണ് യൂസ് ചെയ്യാറ്. റെഡിയല്ലേ? ഇനി എന്തിൻ്റെയും പുറത്ത് ഇരിക്കുകയാണെങ്കിലൊക്കെ
എന്തിൻ്റെയും പുറത്ത് ഒരാൾ ഇരിക്കുകയാണെങ്കിലൊക്കെ നമ്മളവിടെ ഓൺ ആണ് ഉപയോഗിക്കുക. ഓൺ. ഹി ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ എന്നാണ് പറയാം. ഓക്കെ. കൈയുള്ള കസേരയോ സോഫയൊക്കെ ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ അകത്തിരിക്കുക. ആം ചെയർ എന്ന് പറയും. അതിൻ്റെ അകത്താണ് ഇരിക്കുക. അപ്പോൾ അവിടെ ഇന്നെന്ന് വരും. ബാക്കി എന്തിൻ്റെയും ബെഡിൻ്റെ മേലെയാണെങ്കിലും ദ ബേബി ഈസ് ലൈങ് ഓൺ ദ ബെഡ് എന്നാണ് പറയുക. ഓക്കെ. ഐ ആം സിറ്റിംഗ് ഇൻ ദ ചെയർ, ഐ ആം സിറ്റിംഗ് ഇൻ ദ ബെഞ്ച് എന്നൊന്നല്ല പറയാ. ഐ ആം സിറ്റിംഗ് ഓൺ ദ ബെഞ്ച് എന്നും ഐ ആം സിറ്റിംഗ് ഓൺ ദ ചെയർ എന്നും ഐ ആം സിറ്റിംഗ് ഓൺ ദ ബെഡ് എന്നും ആണ് പറയാ. ദ ബേബി ഈസ് ലൈങ് ഓൺ ദ ബെഡ് എന്നാണ് പറയാ. ഇന്ന് ഉപയോഗിക്കരുത്. ഇന്ന് വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആം ചെയർ അല്ലെങ്കിൽ കൈയുള്ള കസേര ആ രീതിയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ കൈയുള്ള സോഫ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇന്ന് യൂസ് ചെയ്യും. ബാക്കി എല്ലാ സന്ദർഭത്തിലും ഓണാണ്. ഈ ഇരിക്കുന്ന വസ്തുക്കളുടെ മേലെ അല്ലെങ്കിൽ കിടക്കുന്ന ഇതിൻ്റെ മേലെ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ഇനി ഡേയ്സ് പറയാൻ വിട്ടുപോയി. ഡേയ്സ് എന്ന് വെച്ചാൽ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പറയില്ലേ, ആ ഡേയ്സിൻ്റെ മുമ്പിലും നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡേയ്സിൻ്റെ മുമ്പിൽ നമ്മൾ ഓണാണ് ഉപയോഗിക്കുക. ഡേയ്സിൻ്റെ മുമ്പിൽ നമ്മൾ ഓണാണ് ഉപയോഗിക്കുക. ഷീ ഗോസ് ടു ചേർച്ച് ഓൺ സൺഡേസ്. ഷീ ഗോസ് ടു ചേർച്ച് ഓൺ സൺഡേസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ദിവസങ്ങൾ ഓണ്, ഡേറ്റ് ഓണ്, ഇയർ ഇന്ന്, മന്ത് ഇന്ന്, പ്ലേസ് ആണെങ്കിൽ അറ്റ്, ഇന്ന്, ഓഫ്. ഓക്കെ. ടൈം ആണെങ്കിൽ കൃത്യമായ സമയമാണെങ്കിൽ അറ്റ്. ഓക്കെ. പിന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്തിൻ്റെ മേലെയാണ് ഇരിക്കുക? അതിൻ്റെ മേലെയാണ് ഇരിക്കുക. ഓൺ ദ ബെഞ്ച്. ഓക്കെ. ഇനി കൈയുള്ള കസേരയാണെങ്കിൽ ആം ചെയർ ആണെങ്കിൽ മാത്രം നമ്മൾ ഇന്ന് യൂസ് ചെയ്യാറുണ്ട്. കാര്യങ്ങളൊക്കെ മതി. പിന്നെ കുറേ പ്രപ്പോർഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എത്രയാണ് അതിനകത്ത് നമുക്ക് മിസ്റ്റേക്സ് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ പങ്ക്ച്വേഷൻ മാർക്സ് ഇപ്പോൾ കോമ കണ്ടില്ലേ, അതൊന്നും അങ്ങനെ വരില്ല കേട്ടോ. അങ്ങനെ വളരെ റയറായിട്ടേ കാണാറുള്ളൂ. അതിനെ പ്രതീക്ഷിച്ച് പോകണ്ട. ഓക്കെ. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും കാണാറില്ല ഈയിടെ ആയിട്ട്. നെക്സ്റ്റ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇതൊരു മറ്റൊരു രീതിയാണ്. എന്ന് വെച്ചാൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് എഡിറ്റിംഗ്. ഓക്കെ. അപ്പോൾ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർബിൻ്റെ അപ്രോപ്രിയേറ്റ് ഫോംസ് നമ്മളോട് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ആദ്യം വായിച്ചു നോക്കാം ക്വസ്റ്റ്യൻ. നിങ്ങൾ ടെൻഷൻ ആവരുത്. അത് കാണുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകാതെ നിൽക്കരുത്. സംഭവം എഡിറ്റിംഗ് തന്നെയാണ്, വേറെ രീതിയിൽ തന്നുള്ളൂ. എവ്രിബഡി ഈസ് യുണീക്ക്. എല്ലാവരും യുണീക്കാണ്. ഓക്കെ. ആ ചാപ്റ്റർ മനസ്സിലായല്ലോ. ഇഫ് യു ഡാഷ് കോൺഫിഡൻറ്റ് ഇനഫ്. ഓക്കെ. ഇഫ് യു ഡാഷ് കോൺഫിഡൻറ്റ് ഇനഫ്, ബി ആണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബീൻ്റെ മറ്റു രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇഫ് യു എന്ന വേർഡിൻ്റെ ശേഷം നമ്മളെപ്പോഴും എന്താ ഉപയോഗിക്കുക? യുവിൻ്റെ കൂടെ ഈസ് ആണോ ആണോ ഉപയോഗിക്കുക? യെസ്. ആദ്യം ബിയുടെ ഫോംസ് ഞാൻ പറഞ്ഞുതരാം. ബിയുടെ പല രൂപങ്ങളാണ്. ആരൊക്കെ? യെസ്, ബിയുടെ രൂപങ്ങളാണ് ആം, ഈസ്, ആറ്, വാസ്, വേർ. ബി കുടുംബം എന്ന് പറയും നമ്മൾ. ഓക്കെ. ബി കുടുംബമാണ് ഈ 5 പേര്. ആരൊക്കെയാണ്? ആം, ഈസ്, ആറ്, വാസ്, വേർ. ഇവരൊക്കെ ബിയുടെ മറ്റു രൂപങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിനകത്തൊന്നും ഈ യുവിനോട് ഏറ്റവും യോജിക്കുന്ന ആളാരാണ്, അല്ലെങ്കിൽ യു വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആൾ ആരാണ്? അത് മറ്റാരുമല്ല, യു ആർ ആണ്. അല്ലേ? യു ആർ മൈ ഫ്രണ്ട് എന്നാണ് നമ്മൾ പറയുക. യുവിനെ നമ്മൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ വെർബ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് എപ്പോഴും പ്ലൂറലാണ്. ഒരാളാണ് യു എങ്കിലും ഒന്നിൽ കൂടുതൽ ആളുണ്ട് യു എങ്കിലും നമ്മൾ ആർ തന്നെയാണ് യൂസ് ചെയ്യുക. റെഡി അല്ലേ? അപ്പോൾ അത്രയും കാര്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ഒരൊറ്റ ടൈപ്പ് സാധനം കൂടെ പഠിപ്പിക്കാന്നുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്താ? ഡോണ്ട് ബ്രൂഡ് ഓവർ യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്. ഇഫ് യു ഡാഷ് ഇൻ ദ പാസ്റ്റ്, ഇഫ് യു ഡാഷ് ഇൻ ദ പാസ്റ്റ്, ഫെയിൽ ആണ് അവർ ബ്രാക്കറ്റിൽ ഇരുന്നത്. അപ്പോൾ എന്തായിരിക്കും? പാസ്റ്റിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞതാണ്. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫെയിലിൻ്റെ പാസ്റ്റൻസ് ആണെന്ന് ചോദിച്ചാൽ മതി. എന്താ ഫെയിലിൻ്റെ പാസ്റ്റൻസ്? ഫെയിൽഡ്. സിമ്പിൾ അല്ലേ? ഫെയിൽഡ് ഇൻ ദ പാസ്റ്റ്. പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഫെയിൽഡ് ഇൻ ദ പാസ്റ്റ്. സീൻ കഴിഞ്ഞു. ഓക്കെ. ഇനി ഇഫ് ക്ലോസ് ആണ് പറയാനുള്ളത്. നോക്കാം. ഇഫ് യു ഫെയിൽഡ് ഇൻ ദ പാസ്റ്റ്, നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ യു വുഡ് ലേൺ ലെസൺസ് ഫ്രം ഇറ്റ്, നിങ്ങൾ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടേനെ. ഓക്കെ. ഇനി ഇഫ് യു ഡാഷ് ഇൻ യുവർ attempts very easily, you would have been satisfied with those successes and dash simply with those എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസിൻ്റെ 3 രൂപങ്ങൾ നമുക്ക് അറിയോ എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇഫ് ക്ലോസിൻ്റെ 3 രൂപങ്ങൾ നമുക്ക് അറിയോ എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ 3 രൂപങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ചു നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സൊക്കെ പഠിച്ചതാണ്.
ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക. അപ്പം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ ഇങ്ങനെ വിജയിച്ചേനെ, നീ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നീ ജയിച്ചേനെ, നീ അവിടെ വന്നിരുന്നെങ്കിൽ നിനക്കിത് കിട്ടിയേനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് പറയാനാണ് നമ്മൾ ഇഫ് ക്ലോസ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ്, ഈ 3 സെൻറ്റൻസ് കൂടെ നമ്മളത് പഠിക്കും. ഇഫ് യു സ്റ്റഡി, അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ ബാക്കി ഭാഗമാണ് നമ്മൾ എഴുതേണ്ടത്. ഈ ബാക്കി ഭാഗം എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇഫിൻ്റെ കൂടെ വന്ന വെർബിനെ കണ്ടുപിടിക്കുക. വെർബ് ഏതാ അവിടെ? സ്റ്റഡിയാണ്. സ്റ്റഡി ഏത് ടെൻസാണ് നോക്കുക? പ്രസന്റ് ടെൻസ് ആണ്. സ്റ്റഡീഡ് ആണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലേ. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇത് ഒന്നാമത്തെ കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ പ്രസന്റ് ടെൻസ് ആണ് തന്നിരിക്കുന്ന വെർബ് എങ്കിൽ നമുക്കിവിടെ വില്ലോ, ക്യാനോ, ഷാലോ, മേയോ ഉപയോഗിക്കാം. ആൻസർ എന്ന് പറയാം. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. സിമ്പിൾ. യു വിൽ പാസ്, അല്ലെങ്കിൽ യു ക്യാൻ പാസ്, അല്ലെങ്കിൽ യു മേ പാസ്, അല്ലെങ്കിൽ യു ഷാൽ പാസ്. ഏത് ഉപയോഗിച്ചാലും ശരിയാണ്. പക്ഷേ സന്ദർഭത്തിന് അനുയോജ്യമായി ഉപയോഗിക്കണം. ഞാൻ പറയാണ്, നീ എന്തായാലും പാസ്സാവുന്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ യു വിൽ പാസ് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഇഫ് ക്ലോസ്. അതിലൊന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇഫിൻ്റെ കൂടെ വരുന്ന വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വില്ല്, ക്യാൻ, ഷാൽ, മേ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെറ്റ് അല്ലേ? അടുത്ത സെൻറ്റൻസ് നോക്കുക. ഇഫ് യു സ്റ്റഡീഡ് രണ്ടാമത്തെ കണ്ടീഷനാണ്. ഇഫ് യു സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് യു സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഇതെങ്ങനെ മനസ്സിലായി നമുക്ക്? യെസ്, സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് സ്റ്റഡിയുടെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റഡീഡ്. അപ്പോൾ പാസ്റ്റ് ആണെന്ന് ഞാൻ എഴുതി വെച്ചു. എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഈ സ്റ്റഡീഡ് ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് തന്നിരിക്കുന്ന വെർബ് എങ്കിൽ സെക്കൻഡ് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഈ നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ പാസ്റ്റ് ടെൻസ്. വുഡ്, കുഡ്, അല്ലെങ്കിൽ ഷുഡ്, അല്ലെങ്കിൽ മൈറ്റ്. വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്. ആൻസർ ഞാൻ ഒന്ന് പറയാം കേട്ടോ. ഇഫ് യു സ്റ്റഡീഡ്, നീ പഠിച്ചിരുന്നുവെങ്കിൽ യു വുഡ് പാസ്. യു വുഡ് പാസ്. വേറെ ഒന്നൊരു മാറ്റം വരുത്തിയിട്ടില്ല. അവിടെ സ്റ്റഡീഡ് ആയപ്പോൾ ഞാൻ ഇവിടെ വില്ലിന് പകരം എന്താക്കി? വുഡ് എന്നാക്കി. പാസ്. പാസ്റ്റ് ഒന്നും ആക്കിയില്ല കേട്ടോ, പാസ്. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? യെസ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. ഹാഡ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് ടെൻസ്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയും. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈ ഹാഡ്, ഹാസ്, ഹാവ് ഒക്കെ വന്നാൽ പെർഫെക്റ്റ് ആകും. പെർഫെക്റ്റ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, തന്നിരിക്കുന്ന വെർബിൻ്റെ മുമ്പിൽ ഹാഡ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആൻസറിൻ്റെ അകത്ത് നിങ്ങൾ ഒന്നുകിൽ എന്തിനെഴുതുക? വുഡ് ഹാവ് എന്ന് എഴുതുക, അല്ലെങ്കിൽ കുഡ് ഹാവ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഷുഡ് ഹാവ് എന്ന് എഴുതുക. ഓക്കെ, നമുക്ക് വുഡ് ഹാവ് എഴുതിയാൽ മതി. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഈ വെർബ് മൂന്നാമത്തെ രൂപവും. നേരത്തെ പാസ് ആയിരുന്നു അല്ലേ. ഇവിടെ എത്തുമ്പോൾ എന്തായി? മൂന്നാമത്തെ രൂപവും. വെർബിന്റെ മൂന്നാമത്തെ രൂപവും പാസ്ഡ് എന്നാവും. സ്റ്റഡി ആണെങ്കിൽ സ്റ്റഡീഡ് എന്നാവും. ഓക്കെ, റൈറ്റ് ആണെങ്കിൽ റിട്ടൺ എന്നാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇഫ് ക്ലോസ്. ഇനി ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടെ എന്താ പറയാൻ നോക്കാം. ഇഫ് യു ഫെയിൽ അല്ലേ ഇൻ ദ പാസ്റ്റ് യു വുഡ് ലേൺ. ഇവിടെ നോക്ക്, വുഡ് ലേൺ എന്ന് പറയുമ്പോൾ ഏതാ കണ്ടീഷൻ? വുഡ് എന്ന് പറയുമ്പോൾ ഏതാ കണ്ടീഷൻ? രണ്ടാമത്തെ കണ്ടീഷൻ അല്ലേ. രണ്ടാമത്തെ കണ്ടീഷനിൽ ഈ വെർബ് എന്തായിരുന്നു? സ്റ്റഡീഡ് അല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഫെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഫെയിൽഡ് ആക്കിയാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിനാണ് അത് പഠിപ്പിച്ചത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് യു ഡാഷ്, പാസ്സാണ് അവിടെ ബ്രാക്കറ്റ് ഉള്ളത്, ഇൻ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, all attempts very easily, you would have been satisfied. would have എന്ന് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷനാണ്. would have എന്ന് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത്? would have വന്നു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് വെർബാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ പാസ്സാണ്. പാസിൻ്റെ മുമ്പിൽ നമ്മളൊരു ഹാഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹാഡ് പാസ്ഡ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തൊക്കെ വരും? വുഡ് ഹാവ്, അല്ലെങ്കിൽ കുഡ് ഹാവ്, അല്ലെങ്കിൽ ഷുഡ് ഹാവ് എന്നും. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ വുഡ് ഹാവ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് മൂന്നാമത്തെ കണ്ടീഷൻ ആണെന്നും ഞാൻ അവിടെ അതിൻ്റെ മുമ്പിൽ വെർബിൻ്റെ മുമ്പിൽ ഹാഡ് ചേർത്ത് കൊടുത്തു. ഹാഡ് പാസ്ഡ് എന്നാക്കി. ഇതാണ് പരിപാടി. റെഡിയല്ലേ? അപ്പോൾ ഇഫ് ക്ലോസ് ഒന്നും എന്തുണ്ടാവും? ചോദ്യം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് നമ്മൾ. been satisfied with those success and dash simply with those. സിറ്റ് ആണ് അവർ വന്നത്. സിറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആക്കിയാൽ പോരെ, കാരണം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒക്കെ പാസ്റ്റ് ടെൻസിലല്ലേ. നമ്മൾ അതും വെച്ചിരിക്കും എന്നാ പറയുന്നത്.
നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ, അധ്വാനിക്കാതെ എളുപ്പത്തിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതാണ് വിജയം എന്ന് വിചാരിച്ച് തൃപ്തിപ്പെടുത്തിട്ട് അതും വെച്ചിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും വെച്ചിരിക്കുക. സിറ്റിൻ്റെ പാസൻസ് സാറ്റ്. എന്താണ് സാറ്റ്? സാറ്റ് കളിക്കാന്നൊക്കെ പറയല്ലേ, സാറ്റ്. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് കഴിഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ. എന്ത് എഡിറ്റിങ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിട്ടും. കുറേ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് റീസെൻ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഇത് സാധനം തന്നത്. കുറച്ച് മുമ്പുള്ളതും കുറച്ച് കാര്യങ്ങൾ അധികം പഠിപ്പിക്കാൻ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി വരുന്നതിലൊക്കെ എന്താ പറയുക, സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോൺകോഡാണ് മെയിനായിട്ട്. എന്ന് വെച്ചാൽ ഹി പ്ലസ് ഇസ്, നമ്മൾ പറഞ്ഞില്ലേ, ദേ പ്ലസ് ആർ സാധനമില്ലേ, അതാണ് മിക്കവാറും ഉണ്ടാവുക. ടെൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്തൊരു കളിയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. കിട്ടാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ആൻസർ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ബട്ടൺ അമർത്തുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടുന്ന ആ ഒരു ടോപ്പിക് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് അതുമായിട്ട് വരാം. ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് മുഹമ്മദ് ഷാജു SJ signing off from Salem Learning. Thank you.